المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. اتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈമാനുള്ള തഖ്വയുള്ള ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനായിരിക്കും. അവനെ ഏതൊരു പ്രതിസന്ധി അവന് തരണം ചെയ്യേണ്ടി വന്നാലും ഇതെൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള വിധിയാണെന്ന നിലക്ക് അതിൽ അവൻ സമാധാനം കണ്ടെത്തും. വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയും അങ്ങനെ തന്നെയാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വാസികളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഒരിക്കലും ഒരു വിശ്വാസി നിരാശ ബാധിക്കുന്നവനല്ല. നിരാശ ബാധിക്കുന്നവൻ കാഫിറും അതുപോലെ തന്നെ വഴിപിഴച്ചു പോയവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിരീങ്ങളായ ജനതയല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ തൊട്ട് നിരാശപ്പെട്ടു പോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ കാര്യത്തിൽ തീർത്തും മതിയായവനാണ് അവൻ്റെ മേൽ അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല. നീ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളുക. അവൻ്റെ കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതിയായവനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുമ്പോൾ അതവൻ്റെ കാര്യത്തിൽ മുഴുവൻ മതിയായവനാണ്. നമുക്കറിയാം, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചര്യ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതവനെ കരകയറ്റുന്നതാണ്. നമുക്കറിയാൻ സാധിക്കും, മുൻകഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും അവിടുന്ന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതവർക്ക് രക്ഷയും നൽകുമായിരുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം, വലിയ തീക്കുണ്ടാരത്തിലേക്ക് സത്യനിഷേധികൾ അദ്ദേഹത്തെ എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്കെൻ്റെ അള്ളാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ ഏറ്റവും ഉത്തമനായവനാണ്. അതേപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒരു പ്രയാസം വന്നപ്പോൾ ആ വിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നതായി കാണാൻ സാധിക്കും, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്കെൻ്റെ നാഥൻ മതി, അവൻ ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായവനാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കാറുള്ളതും അവിടുന്ന് കൽപ്പിച്ചതുമായ ഒരു പ്രാർത്ഥനയുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവനോടായി പറയപ്പെടും, നീ സ്വയം പര്യാപ്തനായിരിക്കുന്നു, നീ നേർമാർഗമുള്ളവനായിരിക്കുന്നു, പിശാചിൽ നിന്ന് നീ സംരക്ഷണം ലഭിച്ചവനായിരിക്കുന്നു എന്ന് അവനോട് പറയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിൽ നാം ഭരമേൽപ്പിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും നമ്മളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ ഒരു കാര്യം തീരുമാനിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ അള്ളാഹു അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. അതേപോലെ തന്നെ സൂറത്തു ത്വലാഖിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് മതിയായവനാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില ആളുകളുണ്ട്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനിൽ നിന്നൊരു പരിശ്രമവും ഇല്ലാതെ, അതൊരു വിശ്വാസിക്ക് ഒരിക്കലും ചേർന്നതല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം
നാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ നമ്മുടേതായ എല്ലാവിധ പരിശ്രമങ്ങളും നമ്മളിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. എന്നിട്ടാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത്. അത് വീട് സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ മറ്റുള്ള ഏത് കാര്യത്തിലാണെങ്കിലും, രോഗം ശിഫയാകുന്ന കാര്യത്തിലാണെങ്കിലും, അതേപോലെ തന്നെ മറ്റുള്ള ഏത് വിഷയത്തിലാണെങ്കിലും, അവൻ്റെ വീട് സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും, മുഴുവൻ നമ്മുടെ എല്ലാവിധ പരിശ്രമങ്ങളും, അങ്ങേയറ്റത്തെ പരിശ്രമങ്ങളും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സഹായവും അവനിൽ നിന്ന് നമുക്കുണ്ടായിത്തീരട്ടെ. റബ്ബന തഖബ്ബൽ ദുആന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ونحمل هم هذه الجاليات بآيات الكتاب البينات بها كم أبصروا سبل النجاة فضجوا بالشهادة ناطقين